ഒക്ടോബർ 7 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. പ്രതിദിന വിശകലനം എന്ന തലക്കെട്ടോടുകൂടി 10ാമത്തെ പടിയുടെ ആദ്യത്തെ പാർട്ടാണ്. ആ സ്വന്തമായ വിലയിരുത്തൽ. അധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റുള്ള ആളുകളെ വിലയിരുത്തിയിട്ടുള്ള ശീലം മാത്രമാണ് ജീവിതത്തിലുള്ളത്. മറ്റുള്ളവരുടെ തെറ്റുകളും അതേപോലെ സാഹചര്യങ്ങളെയും കുറ്റം പറയുക. പല രീതിയിലാണ് മദ്യാസക്തൻ കാര്യങ്ങളെ കാണുക. ഇവിടെ സ്വന്തമായി വിലയിരുത്തൽ തുടർന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും വളരെ കൃത്യമായി വിലയിരുത്താനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് ആ 9 പടികളിലൂടെ പോയിട്ട് ആയിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ജീവിതത്തെ നമുക്ക് ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിലയിരുത്തലുകൾക്ക് ചില കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. ആദ്യകാലത്ത് വിലയിരുത്തുന്ന സമയത്ത് എന്താണ് ഈ ഒരു കുഴപ്പത്തിന് കാരണം? ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൻ്റെ കാരണം എൻ്റെ തെറ്റല്ല, മറിച്ച് മറ്റുള്ള ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ എന്തിനെങ്കിലും ചാരി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഏതൊരു കാര്യവും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആ പ്രവൃത്തി ചെയ്തു, എനിക്കത് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നതിന് പകരം അതിൽ കടിച്ചു തൂങ്ങുക. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ തെറ്റ് സമ്മതിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. തുടർന്ന് ആ വിലയിരുത്തൽ നടത്തുന്നത് കൃത്യമായ രീതിയിലല്ല. വിലയിരുത്തേണ്ട രീതിയെക്കുറിച്ച് അയാളുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒരു പരിഹാരമുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ഭാഗത്ത് തന്നെ പരിഹാര മാർഗത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടുള്ള ആത്മപരിശോധന. ഞാൻ എന്നെ വിലയിരുത്തണം. എങ്ങനെ വിലയിരുത്തണം? മറ്റുള്ള ആളുകളുടെ തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്ന പോലെ ഞാൻ എന്നെ വിമർശിക്കണം. ഞാൻ എൻ്റെ തെറ്റുകൾ കണ്ടെത്തണം. എന്തിനാണ്? സ്വയം സഹതാപത്തിലേക്ക് പോകാനാണോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആയിപ്പോയി എന്നുള്ള പദം പറച്ചിൽ പറയാനാണോ? ഒന്നുമല്ല. വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഞാൻ കണക്കിലെടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കാമെന്ന് ഞാൻ കരുതി. എനിക്കത് പ്രവർത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആ രാവിലെ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കാം? ഒന്ന്, എഴുന്നേൽക്കാൻ വഴുകി. അപ്പോൾ അതിൻ്റെ പുറകോട്ട് ഓരോ കാരണങ്ങൾ ഞാൻ കണ്ടെത്തുക. ആ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ മറ്റുള്ള ആളുകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കണം. എൻ്റെ പാർട്ട് എന്താ? എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എങ്ങനെ മാറുന്നതാണ്? മറ്റുള്ളവരും ആളുകളും മാറാതെ എനിക്ക് എന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നടത്തുന്ന വിലയിരുത്തലിൽ എനിക്ക് മാറ്റമുണ്ടാകേണ്ടതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ ഇന്ന് പ്രവർത്തിക്കാനായിട്ടില്ലെങ്കിൽ അതും ഒരു പാഠമാക്കിയെടുത്ത് നാളെകളിൽ പ്രവർത്തിക്കാമെന്നല്ല, നാളെകളിൽ ആ പ്രവൃത്തിയിലേക്ക് കടന്നു വരാനുള്ള തുടക്കം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ആ തുടക്കം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മാത്രമേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നീളയായിട്ട് പോകും. നാളെകളിലേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യവും നീളെ ഇത് പറ്റാത്തതിൻ്റെ കാരണം ഏടെ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് പറയാറുണ്ടായിരുന്നു. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടൊരു കാര്യങ്ങളിലും ഉറച്ചു നിൽക്കാൻ പറ്റാറില്ല. അതിങ്ങനെ നീണ്ടു പോകാറുണ്ട്. ഏടെ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ആദ്യമുണ്ടായത് ദുർബലതയുടെ അടിത്തട്ടിൽ നിന്നാണ്. എനിക്കിത് പറ്റുന്നില്ല എന്ന് പരിപൂർണമായി സമ്മതിച്ചാലേ വേറൊരാളെ കേൾക്കാനും വേറൊരു വഴി കണ്ടെത്താനും പറ്റും. അതാണ് ഏറ്റവും പ്രധാനം ഉണ്ടായിരുന്നത്. ഈ വിലയിരുത്തൽ വെറുതെ നടത്തിയിട്ട് ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഏകദേശമൊക്കെ നോക്കി ഇനിയും ശരിയാക്കണം പറഞ്ഞു എല്ലാ ദിവസവും അങ്ങനെ വിലയിരുത്തുക, എന്നിട്ട് വീണ്ടും ഞാൻ അത്തരം തെറ്റുകൾ ചെയ്യുന്നതിന് എന്താ അർത്ഥമല്ല? വിലയിരുത്തൽ തീർച്ചയായിട്ടും എനിക്ക് മാറാനാണ്. ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ മാറ്റം ഉണ്ടാവണ്ടേ? അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ടാൽ മദ്യപാനം നിർത്താൻ പറ്റിയിട്ടുണ്ടോ? മദ്യപാനം എങ്ങനെ നിർത്തിയേ? ഇന്നൊരു ദിവസം ഞാൻ എന്ത് വന്നാലും ഇന്നത്തെ ഒരു ദിവസം കുടിക്കുന്നില്ല, മാറ്റി നിർത്തുകയാണ്. വല്ല വിഷമം ഉണ്ടാവും. പക്ഷെ എനിക്കറിയാം കുടിക്കാതുണ്ടാവാനുള്ള സുഖങ്ങളെ കുറിച്ച് മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് അവിടെയാണ് ശക്തിയാവുന്നത്. അതേപോലെ എൻ്റെ സ്വഭാവത്തിലെ മോശപ്പെട്ട കാര്യങ്ങൾ തൊട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങള് എല്ലാ തരത്തിലും, അതേപോലെ എനിക്ക് സംഘർഷം ഉണ്ടാകുന്ന കാരണങ്ങൾ, എനിക്ക് പല രീതിയിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസവും സംഘർഷം ഉണ്ടാകുന്നത് പലവിധ കാരണങ്ങളിൽ നിന്നാണ്. ഇന്നലെ ഉണ്ടായ സംഘർഷം ആവില്ല നാളെ വരിക. പക്ഷെ ഞാൻ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിനെ പൊതുവായി വിലയിരുത്തുമ്പോൾ അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു, അവിടെയാണ് വിലയിരുത്തലിന്റെ പ്രത്യേകത.
അവിടെ എന്താ, ഏത് തരം സംഘർഷം എനിക്ക് വരുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരെന്നെ വേദനിപ്പിക്കുന്നു എന്നല്ല, ആ സംഭവം കൊണ്ട് എനിക്ക് എത്രത്തോളം വേദന ഉണ്ടാകുന്നുണ്ട്, അത് എന്നെ എങ്ങനെ, ഞാനെന്ന വ്യക്തിയുടെ വൈകാരിക അവസ്ഥകളെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് വളരെ കൃത്യമായിട്ട് ഇതെനിക്ക് ബാധിക്കുന്നുണ്ട്, എനിക്ക് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയും അതിനനുസൃതമായ പ്രവൃത്തികൾ കടന്നു വരികയും വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്തിനാണ് വിലയിരുത്തൽ? വിലയിരുത്തൽ എനിക്ക് മാറാനാണ്, ന്യായീകരിച്ച് കടിച്ചു തൂങ്ങാനല്ല. ഒരാളൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ കാണിച്ചു തരുന്ന ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മാറ്റേണ്ടതുണ്ട്, ന്യായീകരിച്ച് പിടിച്ചു നിൽക്കലല്ല. വളരെ കൃത്യമായിട്ട് ഏടെ പ്രോഗ്രാം ഓരോ ദിവസവും ആ വിലയിരുത്തലിലേക്ക് പോകാൻ, എന്നെ കണ്ടെത്താൻ കൂടുതൽ മികച്ച ഞാനായിട്ട് മറ്റുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരുത്തനായിട്ട് എനിക്ക് മാറാനായിട്ട് സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.